വയനാട് ദൗത്യം 9ാം നാൾ. തെരച്ചിൽ ഇന്നും സോണുകളായി തിരിച്ച് ഇനിയും കണ്ടെത്താനുള്ളത് 150-ലേറെ പേരെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാവശ്യപ്പെടുന്ന ഹർജിയിൽ കക്ഷി ചേർന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ. റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരായ ഹർജിയിൽ വാദം തുടരും. നിർമ്മാതാവിന്റെ ഹർജി തള്ളണമെന്ന ആവശ്യവും കോടതി പരിഗണിക്കും. മാസപ്പടി കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. പരിഗണിക്കുന്നത് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി. നിയമ നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്ന് സർക്കാർ. അമീബിക് മസ്തിഷ്ക ജ്വരഭീതിയിൽ തലസ്ഥാനം. നെയ്യാറ്റിൻകര സ്വദേശികൾ ചികിത്സയിൽ. രോഗലക്ഷണങ്ങളോടെ എത്തിയവർക്ക് പ്രത്യേക നിരീക്ഷണം. വഞ്ചിയൂർ വെടിവെപ്പ് കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായി. വനിതാ ഡോക്ടറുടെ തോക്ക് കണ്ടെത്തിയത് കൊല്ലം മെഡിക്കൽ കോളേജ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ നിന്ന്. കാറിനായി നമ്പർ നിർമ്മിച്ചത് എറണാകുളത്ത് എന്ന് മൊഴി. പാനീയത്തിൽ ഉറക്ക ഗുളിക നൽകി കൊള്ളയടിച്ചതായി പരാതി. ആലുവ സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയത് മംഗലാപുരത്ത് നിന്ന്. രക്ഷപ്പെട്ട ആലുവ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും ആക്ഷേപം. ഒളിമ്പിക് ഹോക്കി സെമിയിൽ ഇന്ത്യക്ക് തോൽവി. ഇന്ത്യയെ 3-2 വീഴ്ത്തി ജർമ്മനി ഫൈനലിൽ. ഇന്ത്യയുടെ തോൽവി 1 ഗോളിന് മുന്നിട്ട് നിന്ന ശേഷം വെങ്കല മെഡൽ പോരാട്ടത്തിൽ സ്പെയിനിനെ നേരിടും. അമേരിക്ക വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ടീം വാൾസ് മത്സരിക്കും. പ്രഖ്യാപനം. കമലാ ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കിടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കമല. ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം. സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും സൈനിക വാഹനത്തിന് നേരെയും 3 തവണ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രയേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ രൂക്ഷം. ഗുസ്തിയിൽ സ്വർണ്ണ പ്രതീക്ഷയിൽ വിനേഷ് ഫോഗട്ട്. ഫൈനലിൽ ഇന്ന് അമേരിക്കൻ താരത്തെ നേരിടും. ഫൈനൽ ഉറപ്പിച്ചത് തുടർച്ചയായി 3 മിന്നും ജയത്തിലൂടെ. മത്സരം രാത്രി 11:30. ഒളിമ്പിക് മെഡൽ ജേതാവ് മീരാഭായ് ചനു പാരീസിൽ ഇന്നിറങ്ങും. വെയ്റ്റ് ലിഫ്റ്റിംഗ് 49 കിലോ വിഭാഗത്തിൽ മത്സരം. ടേബിൾ ടെന്നീസ് സെമി ലക്ഷ്യമിട്ട് വനിതാ ടീം ഇന്ന് ജർമ്മനിയെ നേരിടും. ഗോൾഫിലും അത്ലറ്റിക്സിലും ഇന്ത്യൻ താരങ്ങൾക്ക് മത്സരം.